നിറഞ്ഞ സദസ്സിൽ നിറഞ്ഞ കയ്യടികളോടെ ഇന്റർനാഷണൽ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കേണ്ട മലയാള സിനിമയാണ് അപ്പുറം, ദ അതർ സൈഡ്. അപ്പുറത്തിൻ്റെ സംവിധായിക ഇന്ദുലക്ഷ്മിയാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം മാഡം. നമസ്കാരം. എങ്ങനെയാണ് ഈ ഒരു സിനിമ നിറഞ്ഞ കയ്യടികളോടെ സ്വീകരിച്ചപ്പോൾ എത്രത്തോളം സന്തോഷമുണ്ടായിരുന്നു? വളരെ സന്തോഷം തോന്നി. കാരണം ഒക്ടോബർ 15 ഇതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്തത്. അപ്പോൾ മുതൽ നമ്മുടെ ടീം എൻറ്റയർലി ഇങ്ങനെ ഒരു ദിവസത്തേക്ക് പബ്ലിക്കിൻ്റെ കൂടെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ദിവസത്തെ സ്വപ്നം കണ്ട് തന്നെയാണ് ഓരോ ദിവസവും മുന്നോട്ട് പോയിരുന്നത്. സോ വളരെ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ആർത്തവ രക്തം അശുദ്ധമാണെന്ന് പറയുന്ന അതേ ആൾക്കാർ തന്നെയാണ് കരിങ്കോടിയുടെ രക്തം ഹോമത്തിലേക്ക് ഹനിക്കണമെന്ന് പറയുന്നത്. ആ ഒരു കാഴ്ചപ്പാട് ഇന്നത്തെ തലമുറയിലും അത് ആ കാഴ്ചപ്പാട് നിലനിൽക്കുന്നു തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും നിലനിൽക്കുന്നുണ്ടല്ലോ. കാരണം നമ്മൾ ഈ ചർച്ച എന്ന് പറയുന്നത് 2-3 വർഷം മുന്നേ മാത്രം നടന്നൊരു ചർച്ചയാണ്. അതിലെത്ര നമ്മളൊക്കെ വളരെ പ്രോഗ്രസീവ് ആണെന്ന് വിചാരിച്ച ആൾക്കാർ പോലും ഇതിനെക്കുറിച്ച് പറയുകയും ഇത് അശുദ്ധമാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരവസരത്തിൽ ഇപ്പോഴും അതിന് ഇങ്ങനെയൊക്കെയാണോ എന്ന് ഇറ്റ് ഈസ് വെരി ഷോക്കിംഗ്. അല്ല, ഇത് സൊസൈറ്റിയിലുള്ള ഒരു ഇത് തന്നെയാണ്. പക്ഷേ എന്നാൽ എനിക്കങ്ങനെ പേഴ്സണലി എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റൊന്ന്, ഇതിൽ ഫെമിനിസം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടിലുപരിയായി ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ വേണു എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെ നിസ്സഹായാവസ്ഥയും ആ ക്യാരക്ടറിനെ കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പലരും ഇതൊരു സ്ത്രീപക്ഷ ചിന്താഗതിയിലേക്ക് മാത്രം ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നു തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ആ ക്യാരക്ടറും ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? ഉറപ്പായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ജഗദീഷ് സാറിനെ പോലെയുള്ള ഒരു ആക്ടറിനെ അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവും എനിക്ക് അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെയാണ്. കാരണം പല അവസരങ്ങളിലും ആണുങ്ങളുടെ ഒരു ഡൈലമയുണ്ട്, ആണുങ്ങളുടെ ഒരു വിങ്ങലുണ്ട്. ആ ഒരു വിങ്ങൽ യാഥാർത്ഥ്യം തന്നെയാണ്. അത് ആണുങ്ങളായത് കാരണം അവർക്ക് വിഷമമില്ല എന്നില്ല. അപ്പോൾ അത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് ആ ഒരു സട്ടിലിറ്റിയില്ല. കാരണം അവർക്ക് ഉറക്കെ കരയാനോ പിന്നെ ഇത് എന്തെങ്കിലും ലൗഡായി പോയി കഴിഞ്ഞാൽ ഇത് പ്രോബ്ലമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ റിയൽ ലൈഫിൽ ആണുങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ തരത്തിലത് ബോധപൂർവമായിട്ടും അതേപോലെ പോലെ ഒരു ആക്ടറിനെ വെച്ചിട്ട് ആ ക്യാരക്ടറിൽ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന അതിൻ്റെ ഡീറ്റെയിലിലേക്ക്, വൈകാരികമായിട്ടുള്ള ഡീറ്റെയിലിലേക്ക് പോകണം എന്നുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മറ്റൊന്ന്, എനിക്ക് രാവിലെ ഓഫീസിലേക്ക് പോകണമെന്ന് പറയുന്നത് പുതിയ തലമുറയിലെ ഒരു യുവാവാണ്, ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷേ അയാൾ പോലും നിർബന്ധിതമായി ഈ ഒരു സിസ്റ്റത്തിനകത്തേക്ക് പിടിച്ചിടപ്പെടുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ചന്ദ്രനിലേക്ക് സ്ത്രീകൾ പോകുന്നുവെന്ന് പഴയ തലമുറയിൽ ഒരാൾ പറയുമ്പോൾ അവരെ തിരുത്തുന്നതും പുതിയ തലമുറയിലെ പെൺകുട്ടിയാണ്. അപ്പോൾ അതെല്ലാം ബോധപൂർവമായി ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു നേർക്കാഴ്ച എന്നുള്ള നിലയിൽ ബോധപൂർവമായി തന്നെ ഉൾക്കൊള്ളിച്ചതാണോ? ഉറപ്പായിട്ടും അത് ബോധപൂർവമായിട്ട് തന്നെ കൊണ്ടുവന്നതാണ്. കാരണം ആ അക്രോസ് ഓൾ ഏജ് ക്രോസ് സെക്ഷൻസ് ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ കാണിച്ചാണ്. പക്ഷേ അത് ഫോഴ്സിബിളി അങ്ങനെ കൊണ്ടുവന്നതുമല്ല. എനിക്കിത് പറയാൻ ഇന്ന ക്യാരക്ടറിനെ ഞാൻ ചൂസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഒരു വളരെ പേഴ്സണലായിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്. വിശ്വാസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഈ ആർത്തവ രക്തം പതിഞ്ഞ ആ തുണി അത് ഹോമകുണ്ഡത്തിലേക്ക് ഇടുന്നുമുണ്ട്. അപ്പോൾ ഈ ആർത്തവം അശുദ്ധമാണ്, അത് ക്ഷേത്രത്തിലേക്ക് കയറാൻ കഴിയില്ല എന്നൊക്കെ പലരും പറയുമ്പോഴും അത്തരത്തിലുള്ളൊരു അഭിപ്രായം വരുമ്പോൾ എന്താണ്, ഏത് സാഹചര്യത്തിനൊപ്പം നിൽക്കും? വിശ്വാസത്തിനൊപ്പം നിൽക്കുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതൊരു അനാചാരമാണെന്നുള്ള നിലയിൽ നിൽക്കുമോ? ഒരിക്കലും നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിലാണെങ്കിലോ ഒരിടത്തും ഈ ആർത്തവ രക്തം അൺഹോളി ആണെന്നോ അത് ഭ്രഷ്ട് കൽപ്പിക്കേണ്ട ഒന്നാണെന്നോ ഒരിടത്തും എഴുതപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു റെഫറൻസ് എടുക്കണമെങ്കിൽ അത്തരത്തിലൊരു റെഫറൻസ് കൊണ്ടുവരാനായിട്ട് ഇനി ഇപ്പം എഴുതി ചേർത്തോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ ഒരു ആധാരം ഉണ്ടായിരിക്കുമല്ലോ. എല്ലാ വിശ്വാസങ്ങളുടെ ഒരു ആധാരത്തിന് ആ ആധാരങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ഇത് രക്തം അശുദ്ധമാണ് എന്നുള്ളത് ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അവിടെ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ആ രക്തത്തിനും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ആ അഗ്നിക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം അത് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളും ഒരു ദൈവികമായിട്ടുള്ളൊരു കാര്യവുമല്ല. അവിടെ ഒരു ദുരാചാരമാണ് നടക്കുന്നത്, സൂപ്പർസ്റ്റിഷനാണ് നടക്കുന്നത്, ഒരു ബ്ലാക്ക് മാജിക്കാണ് നടക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് മാജിക്കിൽ ഈ പറഞ്ഞ പോലെ അതിനെ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ഇതില്ലല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. മറ്റൊന്ന്, വലിയൊരു സ്വപ്നമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിലേക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വരുന്ന ആളുകളിൽ സിനിമ സ്വപ്നം കാണുന്ന ആളെന്ന നിലയിൽ എന്തൊക്കെയാണ് ഇനി മനസ്സിലുള്ളത്? അടുത്ത ഓരോ സിനിമ കഴിയുമ്പോഴും ഇല്ലെങ്കിൽ ഓരോ പ്രോജക്റ്റിൻ്റെ ആലോചന കഴിയുമ്പോഴും മറ്റൊരു പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അങ്ങനെയാണ് ദായം സംഭവിച്ചത്, നിള സംഭവിച്ചത്, അപ്പുറം സംഭവിച്ചത്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലിയാണിത്. സ്വപ്നം കാണാൻ ഇഷ്ടമാണ്, എഴുതാൻ ഇഷ്ടമാണ്. എൻ്റെ മനസ്സിലെപ്പോഴും ഒരു കഥ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിരിക്കും. എഴുത്തിൽ തന്നെയാണ് എൻ്റെ ഒരു മെഡിറ്റേഷനും അവിടെ തന്നെയാണ്. അപ്പം അത് തുടർന്നുകൊണ്ടിരിക്കാൻ
ഒരു നിയോഗം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത്. ഈ അപ്പുറം എന്നുള്ള ടൈറ്റിൽ അത് ഈ അനാചാരങ്ങളുടെ അല്ലെങ്കിൽ ആചാരങ്ങളുടെ അപ്പുറമാണോ, അതോ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ മിനി അവതരിപ്പിച്ച കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ജീവിതത്തിൻ്റെ അപ്പുറമാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൽ പലതും ഉണ്ട്. ആക്ച്വലി ഈവൻ പേഴ്സണാലിറ്റീസിൻ്റെ, വ്യക്തികളുടെ അപ്പുറമുണ്ട്. കാരണം നമ്മൾ കാണുന്ന ഒരു വശവും കാണാത്തൊരു വശവുമുണ്ട്. സാനിറ്റിയുടെ, നമ്മുടെ ബോധത്തിൻ്റെ 2 വശങ്ങളുണ്ട്. അത് മിനിച്ചേച്ചി അവതരിപ്പിച്ച കഥാപാത്രത്തിന് 2 വശങ്ങളുണ്ട്. ആ മാനസിക അവസ്ഥയുടെ 2 വശങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫൈനൽ ജേർണിയിൽ അപ്പുറത്തേക്ക് പോകുന്ന ഒരു ആസ്പെക്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഇത് കണക്റ്റഡ് ആയിരുന്നു, സൈക്കോളജിക്കലും ഇമോഷണലും പിന്നെ ആ ഒരു പേഴ്സണാലിറ്റി വൈസും ഒക്കെ ദി അതർ സൈഡ് ഓഫ് ദി റിയാലിറ്റി ഉണ്ട്. അത് വെച്ചിട്ടാണ് അപ്പുറം എന്ന് പേരിട്ടത്. ഒരുപാട് ആൾക്കാർ പറയുന്നേക്കാം സംവിധാനം എന്ന് പറയുന്നത് വലിയൊരു ബാലികറ മലയായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊരു ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു. എങ്ങനെയായിരുന്നു ഒരു സംവിധായിക എന്നുള്ള നിലയിൽ ഈ ഒരു സിനിമയുടെ പിന്നിൽ? എനിക്കങ്ങനെ വലിയ പ്രശ്നം, എനിക്ക് ഇഷ്ടപ്പെടായികയോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ ഞാൻ ചെയ്തിട്ടുള്ള ജോലികളിൽ ഏറ്റവും ആനന്ദം നൽകുന്ന ജോലി എന്ന് പറയുന്നത് സംവിധാനമാണ്. എനിക്ക് ആ സമയം കിട്ടുന്ന ഒരു ഊർജ്ജം എനിക്ക് ഒരു ആസ്പെക്റ്റ് ഓഫ് ലൈഫിൽ നിന്നും കിട്ടാത്തൊരു ഊർജ്ജം എനിക്ക് കിട്ടുന്നുണ്ട്. അത് നിളയാണെങ്കിലും ശരി, അപ്പുറമാണെങ്കിലും ശരി, അതിനകത്ത് എനിക്ക് ഒരു വല്ലാത്തൊരു എനർജി, ഊർജ്ജവും ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ തന്നെ ഒരു അർത്ഥവും ഒക്കെ തോന്നുന്ന തരത്തിൽ എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ജോലിയാണ്. എന്താ പറയുക, ഒരു അഡിക്ഷൻ പോലെയാണ്. ഷൂട്ട് കഴിയുമ്പം ഇനി അടുത്ത് എനിക്കില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് ഷൂട്ടിൻ്റെത്. പക്ഷേ ഈവൻ ഈച്ച് സ്റ്റേജ് ഓഫ് ദിസ് ഫിലിം മേക്കിംഗ്, ഇപ്പോൾ എഡിറ്റിങ്ങിലാണെങ്കിലും നമ്മൾ എടുത്ത ഷോട്ടുകൾ ചേർത്ത് വെച്ച് അതൊരു തുടർച്ചയായി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതിൽ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് ജീവിതത്തിൽ അങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ എഡിറ്റിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പം അതിൻ്റെ ഒരു സന്തോഷം തോന്നാറുണ്ട്. പിന്നെ സൗണ്ട് ചെയ്യുമ്പോഴും നമ്മൾ ഒരു പുതിയ പ്രപഞ്ചം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അത് എല്ലാ ഫേസിലും ഞാനത് അത്രയേറെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. എനിക്ക് ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ IT-യിലാണ് വർക്ക് ചെയ്തിരുന്ന ഒരാൾ. IT ജോബ് നേരത്തെ പറഞ്ഞ പോലെ IT ജോബിനാണ് എനിക്ക് പുഷ് വേണ്ടത്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം എൻ്റെ ഹൃദയമില്ലാതെ ചെയ്യേണ്ടി വരുന്നത്. ഇതെൻ്റെ ഹൃദയവും ആത്മാവും ഒക്കെ അർപ്പിച്ച് ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നൊരു ജോലിയാണ്. അത് ചെയ്യാൻ എനിക്ക് യോഗം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അത് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കാം. കയ്യടികൾ അച്ഛന് കൂടി പകർത്ത് കേൾക്കുന്നുണ്ടോ? എന്താണ്? അതിലാണ് സന്തോഷം. എല്ലാം മൊത്തത്തിൽ അച്ഛന് മാത്രമല്ല, ഞാൻ എൻ്റെ ടീം മെമ്പേഴ്സിനും എല്ലാവർക്കും കൊടുക്കുകയാണ്. കാരണം ഇറ്റ്സ് എ കൊളാബറേറ്റീവ് ആർട്ട് ഫോം. ഇതിനകത്ത് എഡിറ്ററിൻ്റെ ഇൻപുട്ടുണ്ട്, സിനിമാറ്റോഗ്രഫി ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ഇതെല്ലാം സൗണ്ട് ഉണ്ട്, ഇതെല്ലാം ചേർന്ന് വരുമ്പോഴേ ഉണ്ട്. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ ഞാൻ നിസ്സാരമായി ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ആസ് എ ടീമാണ് നമ്മൾ ചെയ്തതാണ്. അതിനകത്ത് എൻ്റെ വീക്ഷണങ്ങളുണ്ടാവാം, എൻ്റെ പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവാം. പക്ഷേ അവരുടെയും കൂടെ സിഗ്നേച്ചറുണ്ട്. ഈ സിനിമ എല്ലാവരുടെയും കൂടിയാണ്. ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് ആണെങ്കിലും ബാക്കി ടെക്നിക്കൽ ആസ്പെക്റ്റിലുള്ളവരാണെങ്കിലും അവർക്കും കൂടെ ആകുമ്പോൾ മാത്രമേ ആസ് എ ഡയറക്ടർ എനിക്ക് നിറവുള്ളൂ. ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് ആ സന്തോഷം തോന്നുള്ളൂ. അല്ലാതെ അവരെല്ലാം ചെയ്ത് അതല്ല. ഇറ്റ്സ് എ കൊളാബറേറ്റീവ് ആർട്ട് ഫോം ആൻഡ് അവരുടെ ഷെയർ അവർക്കും അവിടെ നിന്ന് കയ്യടി വാങ്ങാനുള്ള എല്ലാ അധികാരവും അവകാശങ്ങളും ഉണ്ട്. ആ കയ്യടി അവർക്കും കൂടെ ഉള്ളത് തന്നെയാണ്. ഇനി 2 സ്ക്രീനിങ് കൂടിയാണുള്ളത്. എന്താണ് ഡെലിഗേറ്റ്സിനോട് പറയാനുള്ളത്? കാണുക. കാരണം IFFK പോലുള്ളൊരു വേദിയിലാണ് നമുക്കിത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുക. ആൻഡ് ഡെഫിനറ്റ്ലി ഫീഡ്ബാക്ക് നമുക്ക് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെയുള്ളൊരു ഓഡിയൻസിൻ്റെ അഭിരുചിക്ക് ഞാനിപ്പോൾ സിനിമ ചെയ്യുന്ന സമയത്ത് ഒരാൾക്കും വേണ്ടിയല്ല ചെയ്തത്. ഒരു ഓഡിയൻസിന് എൻ്റെ മനസ്സിലില്ലായിരുന്നു. ഇതെനിക്ക് വേണ്ടി ഞാൻ പറയുന്ന കഥയോട് നീതി പുലർത്തുക എന്നുള്ളത് മാത്രമായിരുന്നു. അത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജഡ്ജ്മെൻറ്റ്സ് ശരിയായിരുന്നു എന്നും നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നും ഉള്ളത് വളരെ വളരെ വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പം കൂടുതൽ ആളുകൾ കാണട്ടെ. നിറഞ്ഞ സദസ്സിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുമ്പോഴാണ് എനിക്കാണെങ്കിലും ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും, ഒരു ലൈറ്റ് ബോയ്ക്കാണെങ്കിലും അവരുടെ ആ ഒരു വെളിച്ചത്തിൻ്റെ ക്രമീകരണത്തിൽ പോലും ഞാൻ ആ ഒരു കോൺട്രിബ്യൂഷൻ ഞാൻ അത്യധികം അപ്രിഷ്യേറ്റ് തന്നെ ചെയ്യുകയാണ്. അപ്പം അതിനൊരു മീനിങ് ഉണ്ടാവുന്നത് അത് ആ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കുമ്പോഴാണ്. തീർച്ചയായും. ഏതായാലും നിറഞ്ഞ സദസ്സിൽ തന്നെ നിറഞ്ഞ കയ്യടികളോടെ തന്നെ ഈ ചിത്രം ഏറ്റെടുക്കപ്പെടട്ടെ. വലിയ ഉന്നതികളിലേക്കും ഉയരങ്ങളിലേക്കും പുരസ്കാരങ്ങളിലേക്കും എത്തട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നതായി. താങ്ക് യു.